നമ്മളുടെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ വന്നു. സോ ഇപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? യെസ്, നമ്മൾ ഏത് മെഡിക്കൽ കോളേജസിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടും എന്ന് നോക്കിയിരിക്കുകയാണ് നമ്മളില്ലേ. സോ ഏത് കോളേജസിലേക്ക് എത്രത്തോളം റാങ്കുകളാണ് ലാസ്റ്റ് ഇയർ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ വേണ്ടി പോകുന്നത്. അതായത് 2024 ക്ലോസിംഗ് റാങ്ക് ഡീറ്റെയിൽസ്. അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഇൻ കേരള അതേപോലെ തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഇൻ കേരള രണ്ടുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം ഈ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്തത് ആൾക്കാർ നമ്മളുടെ മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യുന്നത്. ആദ്യം കോഴിക്കോടിനാണ്, പിന്നെ ട്രിവാൻഡ്രം ചൂസ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടാണ് കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, എറണാകുളം, കൊല്ലം, കണ്ണൂർ, മഞ്ചേരി, ഇടുക്കി, പാലക്കാട്, പത്തനംതിട്ട, ഇങ്ങനെ 12 മെഡിക്കൽ കോളേജസിലേക്കുള്ള ലാസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 950 വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, ഡേറ്റാസ് കിട്ടിയിട്ടുള്ളൂ. ഏകദേശം ഒരു 1200 വരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കയറാറുണ്ട് കേട്ടോ. 1200, 1300 ഉള്ളിലൊക്കെ ആയിട്ട് 1250 ഉള്ളിലായിട്ട് എന്ത് ചെയ്യാറുണ്ട്, സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ കയറാറുണ്ട്. അതിൻ്റെ ബാക്കി അതായത് ഈ 3 കോളേജസിലെ മഞ്ചേരി, ഇടുക്കി, പാലക്കാട്, പത്തനംതിട്ട ഈ 3 കോളേജസിലെ ഡീറ്റെയിൽസ് നമുക്ക് എന്തല്ല ഓൺലൈനിൽ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒഫീഷ്യൽ ഡാറ്റ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കൊടുക്കാത്തത് കേട്ടോ. ഓക്കെ, പിന്നെ നോക്കുമ്പോൾ ഇഴവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 495 മുതൽ ഏകദേശം 2329 അല്ല 2483 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. OBC നോക്കുകയാണെന്നുണ്ടെങ്കിൽ 320 മുതൽ ഏകദേശം 1558 വരെ കയറിയിട്ടുണ്ട് കേട്ടോ. അല്ല 1729 വരെ കയറിയിട്ടുണ്ട്. ഓക്കെ, 1729 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, OBC കയറിയിട്ടുണ്ട്. OBC എന്ന് പറയുമ്പോൾ OBC മുസ്ലിം ആണ്. ഇനി SC നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7645 മുതൽ ഏകദേശം 14549 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഇയർ കയറിയിട്ടുണ്ട്. പിന്നെ STയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15000 മുതൽ ഒരു 21907 വരെ അല്ലേ, അല്ല 22304 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ഇനി അത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1252 മുതൽ ഒരു 3320 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഇത് കേരള റാങ്ക് ലിസ്റ്റിലുള്ള റാങ്കാണ് കേട്ടോ. കേരള റാങ്ക് ലിസ്റ്റിൽ വരുന്ന റാങ്കിൽ കയറിയിട്ടുള്ളതാണ് നമ്മൾ ഈ കണ്ടതൊക്കെ. ഇനി അതൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അൽ അസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ ഉണ്ട്, തൃശ്ശൂർ, കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഉണ്ട്, അതേപോലെ തന്നെ മൂപ്പൻസ് കോളേജ് വയനാട്, പിന്നെ നമ്മുടെ കോഴിക്കോടുള്ള മലബാർ മെഡിക്കൽ കോളേജസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ വരുന്നുണ്ട്. അവിടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്റ്റേറ്റ് മെറിറ്റിൽ 2671 മുതൽ ഏകദേശം ഒരു 10,095 വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. അതേപോലെയാണ് ഈഴവ, അതേപോലെ OBC, SC, ST, അതേപോലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം അത്യാവശ്യം റാങ്കുകൾ കയറിയത് നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്താൽ മതി, റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ, സോ യെസ്, ഇനി നമ്മൾ പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് കേരള റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഏകദേശം ഗവൺമെൻറ് മെഡിക്കൽ കോളേജസും അതേപോലെ തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലും വരുന്നതാണ്. ഇപ്പോൾ OBC ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു 2856 മുതൽ ഏകദേശം ഒരു 10619 അല്ല 11694 വരെയൊക്കെ OBC കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റെഡി. സോ ഇനി ഓൾ ഇന്ത്യ റാങ്ക് കട്ട് ഓഫ്, അതായത് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഏകദേശം കട്ട് ഓഫ് എത്ര വരെയാണ് ലാസ്റ്റ് ഇയർ എന്ത് ചെയ്തിട്ടുള്ളത്, കയറിയിട്ടുള്ളത് എന്നാണ്. സോ അതിൽ അൺറിസർവ്ഡ് ഉണ്ട്, OBC ഉണ്ട്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഉണ്ട്, SC, ST. ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് റൗണ്ട് 1 അൺറിസർവ്ഡ് അതായത് ജനറലുകാർ ഏകദേശം 19,603 വരെ റൗണ്ട് 1 പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ റൗണ്ട് 2ലേക്ക് വരുമ്പോൾ അത് 22,995 ആയി, പിന്നെ അത് 24,842 ആയി, പിന്നെ അതൊരു 25,050, പിന്നെ 25,220 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, റൗണ്ട് 1 അൺറിസർവ്ഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് OBCയിലേക്ക് വരുന്ന സമയത്ത് 20,281 വരെ ഫസ്റ്റ് റൗണ്ടിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സ്ട്രേ റൗണ്ട് 5 എത്തിയപ്പോഴേക്ക് ഏകദേശം 25,212 വരെ OBCയിൽ കയറിയിട്ടുണ്ട്. ഇനി എക്കണോമിക്കൽ വീക്കർ സെഷൻ ആണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,419 മുതൽ ഏകദേശം 28,836 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ഇനി SCയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 1,05,676 മുതൽ ഏകദേശം 1,39,193 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, SCയിൽ കയറിയിട്ടുണ്ട്. ഇനി STയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 1,45,207 മുതൽ 1,68,888 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എത്രത്തോളം ചാൻസ് ഉണ്ട് നിങ്ങൾക്കൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ കയറിയതാണ് ഓൾ ഇന്ത്യ കോട്ട വഴി കേട്ടോ.
അപ്പോൾ നിങ്ങളുടെ റാങ്ക് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മെഡിക്കൽ കോളേജസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ള കോളേജസിനെ കുറിച്ചൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, പല ഡേറ്റാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. സോ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഓപ്ഷനായിട്ട് കൊടുക്കേണ്ട കോളേജുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കുക. അതൊക്കെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വെക്കുക, കാരണം ആ ഒരു സമയം നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇപ്പോഴേ അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. സോ അവരിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, താഴെ ഉണ്ട് ബട്ടൺ മറക്കരുത്. സോ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് പിന്നീട് കാണാം. ബൈ.